ഇസ്കി പിസ്കിയതാകണ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം നേരത്തെ കാലത്ത് അലാറാം ഇതാക്കണം ഒരു 5 മണിയായപ്പോൾ അടിച്ചപ്പോൾ അപ്പം തന്നെയാണ് നീച്ചു പോയതാട്ടോ. ഇന്നത്തെ ദിവസം ഇതാക്കണം ഇങ്ങനെ കടന്നാൽ ശരിയാവില്ല കേട്ടോ. നമ്മളെ പണികളൊക്കെ ഒരുങ്ങണമെങ്കിൽ നേരത്തെ കാലത്ത് നീക്കണമല്ലോ. സ്കൂളുണ്ട്, പോരാത്തത് ഇതൊന്ന് കണ്ണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൊണ്ട് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാക്കണം നേരത്തെ കാലത്ത് നീച്ചാലാണ് എല്ലാ പണികളും കഴിയുള്ളൂ അല്ലേ. അപ്പം നമ്മൾ യൂട്യൂബിൽ കാണുന്നവർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ നീച്ചാലാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയണേക്കാം. എനിക്ക് എന്തോ ആ ഒരു നേരത്തെ നീച്ചാൽ പിന്നെ തലക്കൊരു കിർമാണി ഒരു ഐറ്റിയായി കേട്ടോ. ഭയങ്കര ഒരു തലകറക്കം മാതിരിയാവും. അങ്ങനെ ഇപ്പോൾ ഇതാകണം ഉറക്കം കളഞ്ഞിട്ടില്ല ഒരു പരിപാടിക്ക് ഞാനില്ല കേട്ടോ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ നമുക്ക് മൈഗ്രെയിൻ്റെ വേദനയാവും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ റിസ്ക്കുള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കലില്ല. നമുക്ക് ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഈ ഒരു 6 മണിക്ക് നീച്ചാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഇതാക്കണം എല്ലാ പണികളും ഒരുക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നേരത്തെ കാലത്ത് നീച്ചിട്ട് ആ ഒരു പരിപാടികൾ ഒരുക്കാനൊന്നും എന്നെ കിട്ടൂല കേട്ടോ. അപ്പോൾ ഞാനിതാക്കണം ഇല്ല നേരം തൊട്ട് എപ്പോഴാണ് നീക്കുന്നത് വെച്ചാൽ അപ്പം ആ ഒരു മണിക്കൂറിനുള്ളിലോ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മളെ എല്ലാ പണികളും തീർത്തിട്ട് ഇതാക്കണം വെറുതെ ഇരിക്കാം. അങ്ങനത്തെ ഒരു ആളാണ് കേട്ടോ. ആ ഒരു ഈസി ബീസി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം നീച്ച പാടെ ഞാൻ ചോറിനുണ്ട് വെള്ളം വെച്ചിട്ടോ, ചായക്കും വെള്ളം വെച്ചിക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കാനുണ്ട്. ഇന്നിപ്പോൾ 2 റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ മെയിനായിട്ട് ഇന്ന് 2 റെസിപ്പിയാണ് ഉള്ളത്. പിന്നെ ഇതാക്കണം ഈ ഒരു നേരത്തെ നമ്മൾ നല്ല ജിൽജിലും പോലെയാവും കേട്ടോ. നല്ല കിർക്കാമണിക്ക് പോലെയാവും. കാരണം അങ്ങനെ തുള്ളി ചാടി ഉണ്ടായിക്കാരം നല്ല ഭയങ്കര പണിയിലേക്കാരം കേട്ടോ ഞാൻ ഈ നേരത്ത്. പിന്നെ എവിടെയും ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. അടുക്കള ഭാഗം മാത്രം ഉണർന്നിരിക്കൂലേ. അവിടെ ഇതാക്കണ അമ്മമാരിങ്ങനെ ഓടി പണിയെടുക്കാവൂലേ. നേരം വെളുക്കുമ്പോൾ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പണിയിലാവും കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ നമ്മളെ ചുറ്റുവട്ടത്തിൽ കൂടെ നോക്കിയാലൊക്കെ അടുക്കള ഭാഗത്തിൽ മാത്രമേ ലേറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നല്ല ഉഷാറായിട്ട് കൂർക്കം വലിച്ച് കടന്നുറങ്ങാവൂലേ. അത് കാണുമ്പോൾ ഇതാക്കണ ഇത്തിരി കുയിന്തില്ലായ്മല്ല കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് സ്കൂളൊന്നും ഇല്ലെങ്കിൽ ഇത് പണിയൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഉഷാറായിട്ടൊന്ന് കടന്നുറങ്ങിയെന്ന് വിചാരിക്കും. അപ്പോളിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാവും കോഴിക്കളാവും ഒരു തലക്കുന്ന അങ്ങനെ കൂക്കല് നേരം വെളുത്തിങ്ങനെ നീറ്റോവും പറഞ്ഞിട്ട് പിന്നെ ഓലങ്ങോട്ട് തുറന്ന് വിടും. എപ്പോഴത്തിനും ഇവിടെ ചായ കടി എന്നൊക്കെ പറയാനായി പിന്നെ നമുക്ക് കിടക്കാൻ നേരമില്ല അല്ലേ. അപ്പോൾ അതങ്ങനെ വീട്ടിലിരിക്കേണ്ട എൻ്റെ ഒരവസ്ഥയാണ് കേട്ടത്. അപ്പോൾ ഇവരൊക്കെ പണിക്ക് പോകണതൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കരമാണല്ലോ. പിന്നെ ഈ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഒരുക്കി പിടിച്ച് നിർത്തിയിട്ട് വേണമല്ലോ ഓർക്ക് ജോലിക്ക് പോകാനായി. ഇനിയിപ്പോൾ അത് എന്തൊരു ജോലിയാണെങ്കിലും എല്ലാ പണികളും തന്നെ എടുക്കണമല്ലേ. ആരും നമ്മൾ സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളങ്ങനെ ഇങ്ങനെ എടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും വേണമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിട്ടാണ് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനൊരു റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ റെസിപ്പീൻ്റെ പകുതി മുക്കാലും ഇതവിടെ കഴിഞ്ഞിക്കണല്ലേ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ചിക്കൻ ഇതാക്കണം ഇന്നലത്തെ അത് ഇസ്കി പിസ്കി ഞാനവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചെന്ന് കേട്ടോ. കണ്ണനൊക്കെ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ ബിരിയാണി വെച്ചെന്ന് ഇത് കുറച്ച് ഇസ്കി പിസ്കി ഞാൻ കുറച്ച് ഇറച്ചി എടുത്ത് വെച്ചെന്ന്. അപ്പോൾ അവന് പിറ്റേന്ന് ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണം അതിനൊന്ന് വറ്റിച്ച് കുറുമ പോലെ ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉള്ളി, വെളുത്തുള്ളി, ചെറുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ പാടെ ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ തക്കാളിയും ചതച്ചെടുത്തേക്കണം. അപ്പോൾ ഒക്കെ പാടെ ചതച്ചത് ഇതാക്കണം നമ്മളെ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഉലുവയൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ പൊടി വർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കുക. മല്ലി, മഞ്ഞൾ, മുളക്, ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കട്ടെ. നല്ല ഉഷാറായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ തക്കാളിയും കൂടെയൊക്കെ ചേർക്കാൻ കേട്ടോ. അതും കൂടി വഴറ്റി ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതാക്കണ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് വറ്റിച്ചാണ്ട് കുറുക്കി അങ്ങോട്ട് എടുക്കട്ടെ. നമ്മൾ ഈ ഒരു കുറുമയൊക്കെ പോലെ റോസ്റ്റൊക്കെ ചെയ്തെടുക്കൂലേ അമ്മാതിരിയാണ് കേട്ടോ ഞാൻ വെക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കല്. എൻ്റെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ വെക്കല്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ അതാണ് അടുപ്പത്ത് കടന്നിട്ട് അവിടെ നല്ല ഉഷാറായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് എടുക്കാനുണ്ട്, മോരുകറി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മോരുകറി ഞാൻ ഇങ്ങനെയാണ് വെക്കണത്. പെട്ടെന്ന് ഇല്ല മോരുകറി കേട്ടോ. അപ്പോൾ ഇത്തിരി തൈര് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ചെറിയൊരു മുറി നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി ചേർത്തപ്പോൾ ഇതാക്കണ ഒരു മോരുകറി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ മോരുകറി വെക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല വിധത്തിൽ വെക്കും കേട്ടോ. ഇതിപ്പോൾ സിമ്പിൾമാറ്റിക്കായിട്ടാണ് വെക്കണത്. അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കുക. ഇതാക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പോലെ പൊട്ടിയിട്ട് നമ്മളെ
ചെറുള്ളി ഒന്ന് തൂമിച്ചിട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഒഴിച്ച് കൊടുക്കുക. അതേമാതിരി തന്നെ മുളകുണ്ടല്ലോ, പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അതൊന്നും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ തേങ്ങ അതേപോലെ തന്നെ തൈരും ഉണ്ടായിരുന്നിട്ട് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയാണ്ട് അടിച്ചിട്ടോ, മിക്സിയിൽ രണ്ട് അടിച്ച് നോക്കി. എന്നിട്ട് അതിലാണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി വെള്ളത്തിൻ്റെ കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച വരെ കറി നിൽക്കണമല്ലോ, അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതാക്കണം ഒന്ന് ചൂടായി വെക്കും, വരുമ്പോഴത്തേന് അതൊന്ന് ഓഫാക്കി വെക്കുക. അത് തന്നെയാണ് നമ്മളെ മോര് കറി. അപ്പോൾ മോര് കറിക്ക് കൂട്ടാനായിട്ട് ചിക്കൻ്റെ പെരട്ടാണ് കേട്ടോ. പെരട്ടെന്നോ കുറുമാന്നോ വറ്റിച്ചെന്നോ എന്തും പറയാം. അപ്പോൾ അങ്ങനെയാണല്ലോ, ഏതായാലും ചാറില്ലാത്ത പരിപാടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തും പറയാം. തകർന്ന് മേൽക്കൂടെ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആ പരിപാടിയാണ് റെഡി ആയിക്കണ്. അതിൻ്റെ ഇടയിലാണ് ചോറ് വെന്തിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അടുപ്പത്ത് അങ്ങോട്ട് വെച്ച് തന്നപ്പോൾ അതിന് ചോറ് വെന്ത് വേവാറാനായിട്ടില്ല, എന്നാലും ഒന്ന് വെന്തിക്കണിട്ട്, നല്ല ഉഷാറായിട്ടൊന്ന് വെന്തിക്കണം. അതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ വാർക്കണില്ല കേട്ടോ, ഊറ്റിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. കുറച്ചേ ചോറ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് കൂട്ടാൻ ആ പരിപാടിയൊന്നും എടുക്കണ്ട കേട്ടോ. ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ വേകും. പിന്നെ ചായയും കടി ഉണ്ടാക്കിയിട്ടില്ല, ചായ ഉണ്ടാവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കടി ഉണ്ടാക്കിയിട്ടില്ല. കടി ഇതിപ്പോൾ വല്ലാതെ അങ്ങനെ ആർക്കും ഒന്നും വേണ്ടേനും. പിന്നെ ഇതാക്കണം, ബിരിയാണി ഉണ്ട് 2 ചെമ്പിലില്ല, രാത്രി വെച്ചാലേ. അപ്പോൾ അത് ചോറിന് ചായയൊക്കെ കൂട്ടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തിന്നണവർ തിന്നോട്ടെ, ചൂടാക്കി വെക്കാം. അപ്പം വേറെ എന്തെങ്കിലും കടി വേണമെന്നുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും പിടിച്ചുണ്ടാക്കാമല്ലോ. നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ അതിക്ക് ഒന്നും മുക്കി തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പോരെ, അങ്ങനെയൊക്കെ മതി കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് അലങ്കാരങ്ങളൊന്നും വേണ്ട. അപ്പോൾ വലിയതായിട്ട് പുട്ടോ ചപ്പാത്തിയോ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. വേണമെങ്കിൽ ഇതാക്കണം, ഗോതമ്പൊടി കൊണ്ടൊന്നും കലക്കി ചൂടാം. ആ ഒരു മനസ്സിലിരിപ്പ് കൊണ്ടാണ് ഇപ്പം ഈ നടക്കണത്. അപ്പോൾ ചോറ് ഊറ്റിയിലും ഇങ്ങനെ നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇല വെട്ടാനും മറന്നു കേട്ടോ, രാത്രി വെട്ടയൊക്കെ മറന്നു. അപ്പോൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് കണ്ണം നീച്ച് പല്ലൊക്കെ തേച്ച് കുളിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് നീച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പണിയുണ്ട്, പണിക്ക് പോകുന്ന അപ്പം പറഞ്ഞത് അറിയില്ല. ഇനിയിപ്പം മോനെ കൊണ്ടാക്കി ഇങ്ങോട്ട് നേരം വൈകിയാൽ അപ്പം ചിലപ്പം പണിക്ക് പോകില്ല, അല്ലെങ്കിൽ പണിക്ക് പോകുന്നൊക്കെയാണ് പറഞ്ഞിട്ട് നിന്നത്. അപ്പം നമുക്ക് ഇപ്പം ഇതാക്കണം, ഈ ഒരു മഴക്കാലത്ത് ഇതൊരു പണി മിസ്സാകുക അറിയണത് ഭയങ്കര ഗതികേടില്ല കാര്യം തന്നെയാണ്. അപ്പോൾ ശ്വാസം വിടാതെ ഇങ്ങനെ പറയുമ്പോൾ ഇതാക്കണം 1-2 വാക്കുകളൊക്കെ തെറ്റിപ്പോകും കേട്ടോ, ഒന്ന് ക്ഷമിക്കൂ. അപ്പോൾ എവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ പൊതിച്ചോറിൻ്റെ കാര്യമാണല്ലോ അല്ലേ. പൊതിച്ചോറല്ലെങ്കിലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാണ് ഇലയൊക്കെ ഒന്ന് വാട്ടിക്കൊണ്ടുവന്നിട്ട് പേപ്പറിലൊക്കെ വിരിച്ച് വെച്ച് ചോറ് ഇടട്ടെ കേട്ടോ. ഈ പൊതിച്ചോറിൻ്റെ ഒരു ഇതെന്താ അറിയോ നിങ്ങൾ? അപ്പോൾ എന്താ വെച്ചാൽ ഈ പൊതിച്ചോറിൽ ചോറിടുന്നതിൻ്റെ അളവ് എത്രയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മനസ്സിലായി കിട്ടൂല കേട്ടോ, വല്ലാതെ കൊണ്ട് മനസ്സിലായി കിട്ടൂല. ഇനിയിപ്പോൾ എത്ര ആൾക്ക് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ ചോറിട്ടാലും ആ തികഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഇടുന്ന പണി കരട്ട്. അപ്പോൾ എന്നിട്ട് അത് ഒന്നായിട്ട് കൂട്ടി കെട്ടുമ്പോൾ വലിയൊരു ബീപ്പാക്കുറ്റി പോലെയാവും നമ്മളെ പൊതിച്ചോറുണ്ടാകുക. അപ്പോൾ ഈ പൊതിച്ചോറിൽ ചോറിടുമ്പോൾ എത്ര ലെവൽ എന്നൊക്കെ ഒരു മനസ്സിലായി കിട്ടലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ചോറുള്ളത്. അപ്പോൾ ഇനി മക്കൾക്ക് ഇതാകും ചെറിയ പൊതികളാക്കുകയാണെങ്കിലും ഇതിലില്ലേ തിന്നാൻ കഴിയൂലേ എത്തൂലേ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പിന്നെയാണ് ഇട്ട് കൊടുക്കും. പിന്നെ കെട്ട് ഗർഭിണിയായ പോലെയാവും കേട്ടോ. നമ്മൾ പൊതിച്ചോറ് ഗർഭിണിയായ പോലെയാവും ഉണ്ടാകുക. അങ്ങനെ ഇതാക്കണ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കെട്ടലും പൂട്ടലും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് ആ ഒരു സമാധാനം ആക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ കെട്ടൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വല്ലാത്ത കഴിയാത്ത പണിയാണ്, എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ കെട്ടിയേക്കൂട്ടോ. അപ്പോൾ അതാകണം നമ്മളെ പൊതിച്ചോറ് തന്നെ സെറ്റപ്പ് ആയിക്കണം. ഞാൻ കവറിലൊക്കെ ഇട്ട് കൊടുക്കണം, പിന്നെ ഒന്ന് ചായയൊക്കെ എടുത്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് മഴ ചീറ്റി പോയിക്കണം കേട്ടോ. ഇടയ്ക്കും തലക്കിപ്പോൾ ഒരു മഴയുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയോ പൊട്ടി മുളച്ച് വരുന്ന മഴയുണ്ട്. ഇന്ന് എന്തൊക്കെയോ അല്ലെങ്കിൽ ഒരു സൂര്യൻ്റെ ഒരു മയം തന്നെ അല്ല, ഇന്ന് മഴ പെയ്യുന്നു ഉറപ്പാണ്. ഇങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ. എത്ര നേരമായിട്ടും മൂടൽ മാറിയിട്ടില്ല. അപ്പോൾ ഇതാക്കണം ഓല് പോകുകയായിട്ട് ഒരിടങ്ങേറിട്ട് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് പിന്നെ ഞായറാഴ്ച നിന്ന് തിങ്കളാഴ്ച നിന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് കേട്ടോ ഈ ഒരു പോക്ക് ഉണ്ടാകണത്. ഈ ഒരു പോക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതാക്കണം ഒരു സ്തംഭനമാണ് കേട്ടോ. അവിടെ കൊണ്ടൊരു സ്റ്റാച്ചു പോലെയാണ് എനിക്ക് ഉണ്ടാകുക. അപ്പോൾ മക്കളാരും അതവിടെ നീച്ചിട്ടില്ല. ഒരു 6 മണിയായപ്പോൾ പോയിട്ട് 6:30 ആകുമ്പോഴത്തിന് ഓലിവിടുന്ന് പോകും. നാളെയാണ് 7 മണിയാകുമ്പോൾ തന്നെ ട്രെയിൻ ഉണ്ട്. 7 മണിക്ക് കൃത്യത്തിൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടുള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണം ഇങ്ങനെ ഈ കുറച്ച് നേരം ഇങ്ങനെ വന്നിരുന്ന് ഒരാലോചന കേട്ടോ. ഒന്നും ആലോചിക്കാനില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരാലോചന തലകുത്തി ഇങ്ങനെ മറിഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, ചായയൊക്കെ കുടിക്കാണ്ട് പിന്നെ ചായക്ക് കടി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന്, അല്ലെങ്കിൽ ഈ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ ചിന്താഗതികൾ വല്ലാതെ അങ്ങോട്ട് വരില്ലേ, അതിക്രമിച്ച് കിടക്കുക അറിയില്ലേ, മാതിരിക്കാരൻ ചിന്താഗതികൾ. അപ്പോൾ അതിനെ ഇതാക്കണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടാറ്റ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വേഗം ഒന്ന് അടിച്ചു വരട്ടെ. അടിച്ചു വരുമ്പോൾ ഇതാക്കണം ഇത് കൂടെ നിറയെ പുല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലിന് ഞാൻ മൈൻഡ് വെക്കാതെ ഞാൻ മൈൻഡ് വെക്കാതെ ഇങ്ങനെ ഉണ്ട് അടിച്ചു വരലാണ്.
ഇപ്പോൾ ഈ ഒരു മഴക്കാലമല്ല അപ്പോൾ പുല്ലുകൾ ഇതാക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല ഉണ്ട്. പുല്ലും ഉണ്ട്, പുഴുക്കളുണ്ട്, ചേരാട്ടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനൊന്ന് തോണ്ടിയിരട്ടെ, മുറ്റം ചെറുതായിട്ടൊന്ന് തോണ്ടിയിരട്ടെ. പിന്നെ നമുക്ക് കുളിക്കാനും തീരുമാനമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുക്കളത്തെ പണികളൊന്നും വല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ, ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ വലിയ പണികളൊന്നുമില്ല. ചായക്കൊരു കടി ഉണ്ടാക്കാനുണ്ട്, അപ്പോൾ അതൊന്ന് കലക്കി ചുട്ടാൽ പോരെ, സിമ്പിളാണല്ലോ. അപ്പോൾ അതും ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പൊറക്കണില്ല കേട്ടോ, ഇങ്ങനെ അടിച്ചു വരി കഴിഞ്ഞിട്ടും ഈ പുല്ലിങ്ങനെ കണ്ടിട്ടേ എന്നോ ഇതിങ്ങനെ കാണുന്നുണ്ട്, ഇതിന് തോരത്ത് കൂടെ അടിച്ചു വാരും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാ പണികളും ഒരുങ്ങിയതല്ല, ഇന്നിപ്പം ഈ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചിടുക എന്നുള്ളത്. അപ്പോൾ ഉമ്മറമുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചിടുക കേട്ടോ. ആ സൈഡിൽ കൂടെ ഒന്നും പുല്ലില്ല, ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട്, ഇഷ്ടം പോലെ പുല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിടട്ടെ കേട്ടോ, നല്ല ഒന്ന് പറിച്ചിട്ടാൽ രസമാണല്ലോ കാണാനായിട്ട്. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണേന് ഭേദം ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടാലേ ഒരു വൃത്തിയാണ് കാണാൻ. മുറ്റാണെങ്കിലും ഒക്കെ ഒരു വൃത്തിയാണല്ലോ. നമ്മൾ മുറ്റമൊക്കെ നോക്കിയിട്ടല്ല എല്ലാവരും ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ മുറ്റം ഒന്ന് വൃത്തികേടായി കിടക്കുമ്പോൾ അകവും ഇങ്ങനെയൊക്കെ തന്നെയാവും എന്നുള്ളൊരു ചിന്താഗതി ആയിക്കാരം പോലെ മനസ്സിലുണ്ടാകുക കേട്ടോ. അപ്പോൾ നമുക്ക് വെയ്ക്കണ മാതിരിയാണെങ്കിൽ മുറ്റവും അകവും പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട കേട്ടോ. മഴക്കാലത്ത് ഇപ്പം എങ്ങനെ വൃത്തിയാക്കിയിട്ടാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പൊടിക്ക് കുറവുണ്ടാവും, പക്ഷേ അങ്ങനെ നനഞ്ഞിങ്ങനെ വെള്ളം പീച്ച ആ ഒരു മാതിരി കേട്ടോ. നമ്മൾ അകമൊക്കെ തന്നെ വെള്ളം പീച്ച പോലെ തന്നെ ആയിക്കാരം ഉണ്ടാകുക. എത്ര തുടച്ചാലും ആ ഒരു വെള്ളമായ ഉണ്ടല്ലോ അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നേരത്തെ നീച്ചാലുണ്ടല്ലോ ലാഭം അതൊക്കെ അതിൻ്റെ എല്ലാ പണികളും നേരത്തെ ഒരുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിലും നമ്മൾ ഇതാക്കുന്ന എന്തെങ്കിലും പണികൾക്ക് അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ എടുക്കാമല്ലോ. പിന്നെ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നേരം കളയല്ല കേട്ടോ, നമുക്ക് എന്തെങ്കിലും വേറെ ചെറിയ നുറുമ്പില്ല പണികളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെടുക്കാൻ പറ്റിയ ഒരു നേരത്തെ കേട്ടോ ആ ഒരു പകൽ നേരം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതാക്കണം ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കട്ടെ. എന്തെങ്കിലും നമുക്ക് 10 റുപ്യ കിട്ടുന്ന ആ ഒരു പണി ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പണി എടുത്ത് നിൽക്കുക. അല്ലാതെ വെറുതെ നമ്മൾ നേരത്തെ കാലത്ത് നീച്ച് നമ്മളെ ചോറും കൂട്ടാനൊക്കെ വെച്ച് തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞ് അടിയും തോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കണ ആ പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. ആ ഒരു നേരത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് പറ്റിയ പണികളൊക്കെ എടുക്കാം കേട്ടോ. ചിലവർക്ക് ഇതാക്കണം അതിനും മടി തന്നെ ആയിക്കാരല്ല, ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലേക്കാരും ചിലവർ അതിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയെങ്കിൽ എടുക്കുകയെന്നൂന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരേക്കാരല്ലേ. എനിക്ക് ആ ആൾക്കാരൊക്കെ ഇഷ്ടം കേട്ടോ, ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ കയ്യിനും കാലിനൊക്കെ ഒഴിവില്ലാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കണത്. അത്തരം ആൾക്കാർക്ക് ഇത് ചിന്തകൾ കുറവേക്കാരം കേട്ടോ, ഭയങ്കര ചിന്തകൾ കുറവേക്കാരും. കാരണം ആ ഒരു സമയം കിട്ടില്ല, അവർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കുറേ തത്വങ്ങളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് നിർത്തിക്കണമല്ലോ, ഒരുപാട് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇനി പറിക്കാനുള്ളത് കേട്ടോ. അവിടെയൊക്കെ പറിച്ച് നല്ല ഉഷാറായി പുഴുക്കളുണ്ടായിട്ട് വല്ലാതൊരു ഇടങ്ങേറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച് ഒഴിവാക്കി വന്ന് അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ നീച്ചിട്ട് വേണം. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ 7 മണിയായിട്ടുണ്ടാവും. ഈ ഒരു നേരത്ത് ഉണ്ണിമോൾ പോകില്ല കേട്ടോ, ഓള് 8 മണിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇത്തിരി നേരമൊക്കെ വൈകിട്ടാണ് 36 പോണത് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റി ഈ ഒരു നേരത്ത് നീച്ചിട്ടില്ല. അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പം ഇനിയിപ്പം പാത്രം കഴുകാനൊരു ഇത്തിരി ഉണ്ട്, പിന്നെ ഈ ഒരു ചായക്കടിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഗോതമ്പൊടി ഇതാക്കണം മിക്സിൻ്റെ ജാറിൽ ഒന്ന് കറക്കി ഉപ്പിട്ട് കറക്കിയിട്ടേ അപ്പോൾ ഒന്ന് അപ്പം പോലെ ഒന്ന് ചുട്ടെടുത്താൽ ആ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് തിന്നാലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. കാര്യമായിട്ട് നമ്മളിതാക്കണം ചായക്കടി ഉണ്ടാക്കണത് കുഞ്ഞാറ്റക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഓളാണ് ഇവിടെ ചായക്കടി സ്ഥിരം തിന്നലുള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും. അപ്പോൾ എനിക്ക് ഇതാക്കണം എന്തെങ്കിലും കിട്ടിയാലും മതി എന്നാണ് കേട്ടോ, എനിക്ക് ഇന്നത് കിട്ടണമെന്നില്ല, എന്ത് കിട്ടിയാലും നമ്മൾ തിന്നും, അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പം ചൂടലും കഴിഞ്ഞിട്ട് ഇനി വേഗം കുളിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിന്നാലുണ്ടോ കുറേ സമയം വൈകും കേട്ടോ. അപ്പോൾ ഇല്ല നേരത്ത് വേഗം ഒന്ന് കുളിക്കട്ടെ. കുളിക്കാനിങ്ങനെ ഒരുങ്ങി നിന്നപ്പോഴാണ് കോഴിക്കളെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അതിൽ ഓല അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ തട്ടിപ്പടയലാട്ടോ, കൂക്കലും ആർക്കലും വിളി എന്നൊക്കെ പറഞ്ഞാർക്ക് അമ്മാതിരിയായിരുന്നു ഒച്ചയും വിളി. അപ്പോൾ ഞാൻ ഓലയൊക്കെ വിട്ടുകൊടുത്ത് കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടോ, ചോറില്ലാത്തതുകൊണ്ട് തന്നെ ഗോതമ്പ് ഇട്ട് കൊടുത്ത്. ഗോതമ്പിൻ്റെ കുപ്പി ഇതാക്കണ കാലിയാക്കാൻ തുടങ്ങിയെങ്കിൽ കേട്ടോ. ഈ ഒരു മാസത്തെ ഇതാക്കണ റേഷൻ വാങ്ങിയിട്ട് വേണം ഓൾക്ക് കൊടുക്കാനായിട്ട്. ഇപ്പം അരി കൊടുക്കലല്ലോ കേട്ടോ, അരി കൊടുത്താൽ ഇതാക്കണ ഓല് ചാകുമെന്ന് പറഞ്ഞപ്പോൾ ഇതാക്കണ അരി കൊടുക്കൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പും ചോറും വേവിച്ച് ചോറുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ തിരുമ്പലും കുളി ഏകദേശമൊക്കെ ഉണ്ടായപ്പോഴാണ് മഴ ഇതാക്കണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്, ചീറ്റി ചാറ്റിക്കൊണ്ട് തന്നെയാണെന്ന് മഴ നിൽക്കുന്നത്. എന്തൊക്കെയോ ഒരു കാലാവസ്ഥക്ക് ഒരു മാറ്റമുണ്ട്, ഇന്നലെ വരെ വന്ന കാലാവസ്ഥയല്ല ഇപ്പം ഇന്നുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, കാലാവസ്ഥക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടാവും. ആൾക്കാർ മാറുന്ന പോലെ തന്നെയാണ് കാലാവസ്ഥയും മാറുക കേട്ടോ. അപ്പം എന്താണ് നല്ല മേഘങ്ങളുണ്ട്, നല്ല ഉഷാറ മേഘങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി ഞാനൊന്ന് അകത്ത് കയറട്ടെ. ഇതിൻ്റെ ഇടയിൽ ഇതാ മക്കളൊക്കെ ഒന്ന് പറഞ്ഞേക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനൊക്കെ ഇതാക്കണ ചാത്തല്ലൂർക്ക് നമ്മളെ അച്ഛമ്മനെ കാണാൻ തറവാട്ടിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഇതാക്കണ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ പോയിട്ട് ഇതാക്കണ കണ്ണനും പെങ്ങന്മാരൊക്കെ പാടെ കൂടിയിട്ട് ഓട്ടൊക്കെ എടുത്താണ്. അപ്പോൾ ഇതാക്കണ നമ്മളെ വീഡിയോ മുന്നിൽ വലിച്ചു നീട്ടണില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.